ദൈവം സാക്ഷിയായി ഞാൻ സത്യം മാത്രം ബോധിപ്പിക്കുകയുള്ളൂ. അല്ലേലും ഏമാനെ, ഞാൻ കള്ളത്തരം ഒന്നും പറയാറില്ല. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. വാദിച്ച് ജയിക്കാൻ നോക്ക്. കോടതിക്ക് തെളിവാണ് പ്രധാനം. ആരാ നിനക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത്? അഡ്വക്കേറ്റ് കാന്താരിയാണ്. ഏമാനെ, എന്റെ സഹോദരി ഒരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം ഈ ഇഞ്ചിപ്പൊട്ടൻ അറിയില്ല. ഈ കള്ളക്കേസ് അവൾ പുഷ്പം പോലെ ജയിക്കും. കണ്ടോ? യുവർ ഓണർ, എന്റെ കക്ഷിയും എന്റെ സഹോദരനുമായ പച്ചമുളകിന്റെ പേരിൽ കെട്ടിച്ചമച്ചത് ഒരു കള്ളക്കേസാണ്. എന്റെ കക്ഷി ഇഞ്ചി പോലീസിനെ വലയിൽ കുടുക്കി കെട്ടിത്തൂക്കി എന്ന് പറയുന്ന ദിവസം എന്റെ കക്ഷി പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്നതിന്റെ തെളിവിതാ. അവർ സഞ്ചരിച്ച ബസ്സിലെ ടിക്കറ്റ്. മാത്രമല്ല, അത്രയും വെയിറ്റ് ഉള്ള തടിയനായ ഇഞ്ചി പോലീസിനെ പൊക്കി വലിച്ചു തൂക്കിയിടാനുള്ള ആരോഗ്യമൊന്നും എന്റെ കക്ഷിക്കില്ല. പാറേപ്പള്ളിയിൽ പോയത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ കെട്ടിത്തൂക്കാൻ സഹായത്തിന് വേറെ ആളുണ്ടെങ്കിലോ? അങ്ങനെയെങ്കിൽ ആ സഹായത്തിനുണ്ടായിരുന്ന ആളെവിടെ? ഇഞ്ചി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമില്ല, ഇവിടെ ഹാജരാക്കിയിട്ടുമില്ല. അതുകൊണ്ട് പ്രതി എന്നാരോപിക്കുന്ന എന്റെ കൂടപ്പിറപ്പിനെ വെറുതെ വിടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ കേസ് പഠിച്ച് വിധി പറയുന്നതിനായി അടുത്ത 17-ാം തീയതിയിലേക്ക് മാറ്റുന്നു. അതുവരെ അടുത്ത 14 ദിവസത്തേക്ക് പ്രതി എന്നാരോപിക്കുന്ന പച്ചമുളകിനെ റിമാൻഡ് ചെയ്യുന്നു.